എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ആ കുഞ്ഞിനെ കണ്ടപ്പോൾ. വെളുത്തു തുടുത്ത നല്ലൊരു കുട്ടി, കാലിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ അവനുണ്ട്. അള്ളാഹു നാളെ അവനെ ഈ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന ഉജ്ജ്വലമായ ഒരാളാക്കി. ഇങ്ങനെ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കൊന്നുകളഞ്ഞവർക്ക് മറുപടി നൽകിക്കൊണ്ട് അവൻ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കാണാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആ കുഞ്ഞിൻ്റെ ഉമ്മാക്ക് ഒരു ഓടി അയച്ചു കൊടുത്തു. നിങ്ങളെടുത്തതൊരു വലിയ തീരുമാനമാണ്, നിങ്ങൾക്ക് അള്ളാഹു ഇതുകൊണ്ട് മാത്രം സ്വർഗം തരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചൂണ്ടക്കാരനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അയാൾ ചൂണ്ടയിടുമ്പോൾ ചൂണ്ടയുടെ അറ്റത്ത് ഒരു ഇരയെ കോർത്ത് അയാൾ മത്സ്യത്തെ പിടിച്ച് അകത്താക്കുന്നു. ഇതേ പ്രക്രിയ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർ എന്നുള്ള നിലക്ക് നമുക്ക് ചുറ്റും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൊളിറ്റിക്കൽ അജണ്ടയിലുണ്ട്, ജിയോ പൊളിറ്റിക്കൽ അജണ്ടയിലുണ്ട്, അത് നമ്മുടെ വളരെ പ്രാദേശികമായ പൊളിറ്റിക്കൽ അജണ്ടയിലുണ്ട്, ജിയോ പൊളിറ്റിക്കൽ അജണ്ടകളുടെ ഭാഗമായിട്ടുണ്ട്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളുടെ ഭാഗമായിട്ടുണ്ട്. പല നിലക്ക് മനുഷ്യരെ അവർക്ക് ആഗ്രഹമില്ലാത്തതും അവർക്ക് താല്പര്യമില്ലാത്തതും അവർ വിശ്വസിക്കാത്തതുമായ കാര്യങ്ങൾ അവരുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്ത് പിടിക്കുന്ന ഒരുതരം പ്രക്രിയ വളരെ സ്ട്രോങ് ആയി നടക്കുന്നുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളിലെ മനുഷ്യരുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ചേഞ്ച് ചെയ്ത ഒരു സംഭവം നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. അമേരിക്കൻ ഐക്യനാടുകളിലെ അന്നത്തെ പത്രമാധ്യമങ്ങളിൽ വ്യാപകമായി കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രയോഗം, രാജാവിനെ പോലെ രാവിലെ ഭക്ഷണം കഴിക്കണം, പ്രഭാത ഭക്ഷണം ഹെവി ആകണം. അവർ ഒരു ഓംലേറ്റും ഒരു ചായയും മാത്രം കുടിച്ച് ഓഫീസുകളിലേക്ക് ഓടിപ്പോയിരുന്ന മനുഷ്യർ രാവിലെയും വൈകുന്നേരം ഉച്ചക്കൊക്കെ ഈ ക്യാമ്പയിന് സാക്ഷിയാവുകയാണ്. എന്താണ് ക്യാമ്പയിൻ? നല്ല നല്ല ഹാർഡായിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നതായിരുന്നു. അതിങ്ങനെ 10,000-കണക്കിന് ഇടങ്ങളിൽ നിന്ന് അവർ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബീക്കൺ ഈസ് എ ഹെവി ഫുഡ്, ബീക്കൺ ഒരു നല്ല ഭക്ഷണമാണ് എന്നതിൻ്റെ കമ്പനി അത് പബ്ലിഷ് ചെയ്യുന്നത്. അതോടുകൂടെ ഹെവി ഫുഡ് വേണം എന്ന ആ ഒരു ചിന്തയെ ബീക്കണിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതോടുകൂടെ കമ്പനിയുടെ ലക്ഷ്യം നേടുകയും ചെയ്തു. വളരെ എഴുതപ്പെട്ട സ്ക്രിപ്റ്റുകളിലൂടെ നമ്മുടെ ചിന്തയെയും അജണ്ടയെയും ട്വിസ്റ്റ് ചെയ്യുന്ന കാലത്ത് ഈ പെരുന്നാൾ ദിനത്തിൽ ഞാൻ എന്നെ കേൾക്കുന്നവരോട് പറയാണ്, ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടെ വേണം നമ്മൾ കാര്യങ്ങളൊക്കെ എടുക്കാൻ. അത് എന്ത് വിഷയവും വിവാദവും വന്നാലും ഈ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ. അഷജ് അബ്ദുൽ ഖൈസ് ഗോത്രത്തിൻ്റെ തലവൻ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലുള്ളവരും പ്രവാചകനെക്കുറിച്ച് അറിയുമ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ തേടി മദീനയിലേക്ക് വരികയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ മനുഷ്യർ പ്രവാചകൻ്റെ അരികിലെത്തുമ്പോൾ അവർ വികാരഭരിതരാവുകയും വാഹനങ്ങളിൽ നിന്ന് ചാടിയിറങ്ങി പള്ളിയിലേക്ക് ഓടിക്കയറി പ്രവാചകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഒരുപാട് സീനുകൾ അവരവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഒക്കെ കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരേക്ക് നോക്കുമ്പോൾ ഒരാളെ, പരിചിതനല്ലാത്ത ഒരാളെ കണ്ടു. അതാരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് അഷജാണ്, ഞങ്ങളെ നേതാവാണ്. പ്രവാചകൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അദ്ദേഹം കുളിച്ച് പുതുവസ്ത്രമണിഞ്ഞ് അത്തർ പുരട്ടി വളരെ ശാന്തനായി പ്രവാചകൻ്റെ അരികിൽ വന്ന് പ്രവാചകനെ മുസാഫഹത്ത് ചെയ്യുമ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന ഫീക ഹസ്ലത്താനി, നിങ്ങളിൽ 2 ഗുണങ്ങളുണ്ട്. യുഹിബ്ബുഹും അല്ലാഹു റസൂലുഹു, അള്ളാഹു റസൂലും ആ 2 ഗുണങ്ങളെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അതേതാണ്? ഒന്ന് അൽ ഹിൽമു, വിവേകമാണ്. 2 അൽ അനാത്തു, അവധാനതയാണ്. ഈ 2 ഗുണങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചാൽ ബെഡ്റൂമിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് പൊതുവെ ശരിയായ ദിശയിൽ കാര്യങ്ങളെ കൊണ്ടുപോകാൻ കഴിയും. എന്താണ്, ഒരു വിഷയം നമ്മൾ കേൾക്കുമ്പോൾ ആ വിഷയത്തെ ഒന്ന് അനലൈസ് ചെയ്യാനുള്ളൊരു ടൈം എടുക്കുക. ആ ഒരു വിഷയത്തെ അതെന്താണ് അതിൻ്റെ കാര്യം. ലോകത്തൊരു പുതിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ടാഗ് ലൈനുകളിൽ കാണുന്ന കേവലം ക്യാമ്പയിൻ ടാഗ് ലൈനുകൾ മാത്രം എടുത്തുകൊണ്ട് നമ്മളതിന് ലൈക്ക് അടിക്കുന്നു, കമൻറ്റ് ചെയ്യുന്നു, ഒന്നും പരിശോധിക്കുന്നില്ല അല്ലേ? ഇനി ആരെങ്കിലും അതിനോട് എന്തെങ്കിലും ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടൊരു കമൻറ്റ് കണ്ടാലോ, ആ കമൻറ്റ് മഹാഭൂരിപക്ഷവും അതിനെതിരെ സംസാരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ ഒരു കമൻറ്റ് പറഞ്ഞ ആളോട് നമ്മളും ശത്രുതാ മനോഭാവത്തോടുകൂടെ പെരുമാറുന്നതാണ് പലപ്പോഴും കാണുക. നമുക്ക് വിഷയങ്ങളെ വളരെ കൃത്യമായി അരിച്ചെടുക്കാൻ നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ ഒരു അരിപ്പ വേണം.
അതാണ് വിവേകത്തിൻ്റെയും അവധാനതയുടെയും അരിപ്പ. നമ്മൾ ഉൾക്കൊള്ളുന്ന തക്ബീർ ധ്വനികൾ ആ മഹത്തായ സന്ദേശം നൽകുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീർ ധ്വനികൾ ഒരു വിശ്വാസിയുടെ പൂർണ്ണതയിലേക്കുള്ള ഏറ്റവും വലിയ സൂത്രവാക്യമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും ഉന്നതൻ, അവനാണ് സർവാധികാരി, അവനാണ് സർവശക്തൻ, അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനാണ് എൻ്റെ സർവസ്തുതിയും. ഈ ഒരു തൗഹീദിൻ്റെ ഏറ്റവും കരുത്തുറ്റ വഴിയിലെത്തുമ്പോൾ പടച്ചറബ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുന്ന കാര്യമാണ് ഈ വിവേകവും ഈ അവധാനതയുമൊക്കെ. അത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത അദ്ദേഹം ഹലീമാണ് എന്ന് പറഞ്ഞത് നമുക്ക് പ്രത്യേകം കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈയൊരു ഈദ് ദിനത്തിൽ നമുക്ക് ചുറ്റുമുള്ളവർ നിശ്ചയിക്കുന്ന അജണ്ടക്കൊപ്പം പോകുന്നതിന് പകരം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, നമ്മളൊരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ പോലും ഏതോ ബ്രാൻഡഡ് ആയിട്ടുള്ള ചില ടീമുകൾ അവരുടെ വളരെ സൈക്കോളജിക്കലായിട്ടുള്ള അനാലിസിസിലൂടെ അവർ ഇട്ട് തന്ന അജണ്ടക്ക് കൊത്തിക്കൊടുക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഫുഡ് വ്ളോഗുകൾ തിരഞ്ഞു പോവുകയാണ്. ടൂറിസ്റ്റ് പ്ലേസുകളിൽ നിന്ന് പിന്നെ അവർ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ഒക്കെ അതിലിങ്ങനെ മയങ്ങി അതിലേക്ക് വീഴുകയാണ്. വേറുള്ളവർ എന്തൊക്കെ ചെയ്യുന്നോ അതിലേക്ക് പോകണം. ഫോമോ എന്നുള്ളൊരവസ്ഥ ഉണ്ട്. ഫോമോ എന്നുള്ള അവസ്ഥ എന്താ? ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നാണ് അതിന് പറയാം. ഫോമോ എന്ന് പറഞ്ഞാൽ അതാണ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ സമൂഹത്തിൽ ഉണ്ടാകില്ലേ എന്നൊരു ഭയം, ഞാനൊരു പിന്തിരിപ്പനാകുമോ എന്നൊരു പേടി അല്ലേ. എന്താ, പെരുന്നാളിൽ എല്ലാവരും കൂടി ഇരുന്ന് ആണും പെണ്ണൊക്കെ കൂടി നിന്ന് ഫോട്ടോ എടുത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാണ്. അതിലേക്ക് ഞാൻ നിന്നെടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഒരു രണ്ടാം തരക്കാരനാകുമോ? നമ്മളെ കുട്ടികളൊക്കെ ചുണ്ടത്തിങ്ങനെ തേക്കും. ഞാൻ എൻ്റെ സ്കൂളിലെ KG കുട്ടികളുടെ കൂടെ നിന്നപ്പോൾ മാഷിക്ക് ഫൗണ്ടേഷൻ ഇട്ട് തരട്ടെ എന്ന് വെച്ചെന്നോട്. എനിക്ക് ആകെ ഒരു ഫൗണ്ടേഷനെ അറിയുള്ളൂ. എന്താ, എന്തെങ്കിലും ബിൽഡിങ് കെട്ടുമ്പോഴുള്ള ഫൗണ്ടേഷന് അല്ലേ. അപ്പോൾ വളരെ ചെറിയ മോളോട് ചോദിച്ചു, എന്താ മോളെ ഫൗണ്ടേഷൻ? അപ്പോൾ അവൾ പറഞ്ഞു, മാഷേ ഇവിടേക്ക് എങ്ങനെ തേച്ച് റെഡിയാക്കണീനാണ് ഫൗണ്ടേഷൻ എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ തലയിൽ ഒന്ന് കളറിട്ടിരുന്നു, കറുപ്പല്ലാത്ത കളറ് ഇടാമെന്നാണല്ലോ, അത് അഫ്സലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവൾ എനിക്ക് പറഞ്ഞു തരണം, ഇനി മുഖത്തൊക്കെ ഒന്നിട്ട് എൻ്റെ മുഖമൊക്കെ ഒന്ന് അടിപൊളിയാക്കണം എന്നാണ് ആ കുഞ്ഞു മനസ്സ് പറയുന്നത്. ഇവിടേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഇവിടേക്ക് എത്തുന്നത് ഡ്രസ്സാണെങ്കിലും നമ്മളെ കുട്ടികൾ മുടി, അവരുടെ പാൻറ്, അവരുടെ വേഷം, ഇതിലൊക്കെ എൻ്റെ വീട്, നിങ്ങളുടെ, നമ്മുടെ വീടുകളൊക്കെ അത്തരമൊരു വലിയ സമ്മർദ്ദങ്ങളെ നമ്മുടെ കുട്ടികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനെ നമ്മൾ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചൂണ്ടറ്റത്ത് വീണ്ടും വീണ്ടും കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊളിറ്റിക്കൽ ചൂണ്ടകൾ, സാമൂഹ്യമായ ചൂണ്ടകൾ, വർഗീയതയുടെ ചൂണ്ടകൾ, ബിസിനസ്സിൻ്റെ ചൂണ്ടകൾ, ആഡുകളുടെ ചൂണ്ടകൾ, അതിലൊക്കെ ഇങ്ങനെ കുത്തി തൊണ്ടയിൽ കുരുങ്ങി നമ്മളെന്ന വ്യക്തി വേറൊരു സാധനമാകുകയാണ് സംസാരത്തിലും ജീവിതത്തിലും ശൈലിയിലും ഒക്കെ. അപ്പോൾ ജീവിത നിലവാരത്തെക്കുറിച്ച് ഉള്ള കൺസെപ്റ്റുകൾ അട്ടിമറിക്കുകയാണ്. അപ്പോഴോ കോടികൾ വാങ്ങി, കോടികൾ കടം വാങ്ങുമ്പോൾ ഒരു പ്രശ്നവും തോന്നുന്നില്ല ആളുകൾക്ക്. കോടികൾ വാങ്ങുമ്പോൾ കോടികൾ കടക്കാരനായി നിർവാഹമില്ലാതെ നാടുവിടുകയാണ്. ഉള്ള വീട് വിറ്റാലും തീരാത്ത, ഉള്ളത് മുഴുവൻ 2 കിഡ്നി അടക്കം പറിച്ചെടുത്ത് വിറ്റാലും തീരാത്ത കടങ്ങളിലേക്കൊക്കെ ചെറുപ്പക്കാരൊക്കെ പോകുന്നതിൻ്റെ സാഹചര്യം അതാണ്. അതുകൊണ്ട് നമുക്ക് പ്രതിജ്ഞയെടുക്കാനുള്ളത് ഖുർആൻ പാരായണത്തിൻ്റെയും സുന്നത്ത് നമസ്കാരങ്ങളുടെയും പിന്നെ പുണ്യങ്ങളുടെയും ഒക്കെ കൂടെ അതൊക്കെ നിലനിൽക്കെ തന്നെ നമുക്ക് ചുറ്റുമുള്ള 1000 ചൂണ്ടകളിൽ കുരുങ്ങാതെ തക്ബീർ ധ്വനികൾ മുഴക്കി പ്രമാണങ്ങളുടെ പിൻബലത്തിൽ ജീവിച്ച് എന്തിനും ഉത്തരമുണ്ട്. ദീനിൽ ഉത്തരമില്ലാത്ത ഒന്നുമില്ല. ഞാൻ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 14ാമത്തെ നോമ്പിനാണ്. ഇന്നലെ 13ാമത്തെ നോമ്പിന് എന്നെ ഒരു സഹോദരി വിളിച്ചു. അവരുടെ മകൾ ഗർഭിണിയായപ്പോൾ ആ പെൺകുട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞ് വൈകല്യമുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനുള്ള വലിയ സമ്മർദ്ദം പലയിടങ്ങളിൽ നിന്ന് വന്നപ്പോൾ കരഞ്ഞുകൊണ്ടാണ് അവർ വിളിച്ചത്, സഹായിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ 1, 2, 3 ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ വോയിസുകൾ, നമ്മുടെ ചില അഭിപ്രായങ്ങളൊക്കെ വെച്ച് ആ കുട്ടിക്ക്, ആ കുടുംബത്തിന് അയച്ചു കൊടുത്തു. ഇന്നലെ ആ കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞിൻ്റെ ഫോട്ടോ അടക്കം എനിക്ക് അയച്ചു തന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ആ കുഞ്ഞിനെ കണ്ടപ്പോൾ. വെളുത്തു തുടുത്ത നല്ലൊരു കുട്ടി. കാലിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ അവനുണ്ട്. അള്ളാഹു നാളെ അവനെ ഈ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ഉജ്ജ്വലമായ ഒരാളാക്കി, ഇങ്ങനെ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കൊന്നുകളഞ്ഞവർക്ക് മറുപടി നൽകിക്കൊണ്ട് അവൻ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കാണാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആ കുഞ്ഞിൻ്റെ ഉമ്മാക്കൊരു ഓഡിയോ അയച്ചു കൊടുത്തു. നിങ്ങളെടുത്തതൊരു വലിയ തീരുമാനമാണ്.
നിങ്ങൾക്ക് അള്ളാഹു ഇതുകൊണ്ട് മാത്രം സ്വർഗം തരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദീനിയായി ചിന്തിച്ചതുകൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ വല്യമ്മക്ക് ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയത്. അവന് ഇനി കളിമുറ്റത്ത് കളിക്കാൻ പറ്റിയത്. അവനിങ്ങനെ കാല് വലിച്ച് നടക്കുമ്പോഴും അവനവൻ്റെ ജീവിതത്തിലേക്ക് മെല്ലെ പിച്ച വെക്കുമ്പോഴൊക്കെ പരിഹാരങ്ങളുണ്ടാകട്ടെ, ചികിത്സകളുണ്ടാകട്ടെ, പൂർണ്ണത ഉണ്ടാകട്ടെ, ഇല്ലെങ്കിൽ പോലും അവൻ എന്തൊക്കെ വിപ്ലവങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. അല്ല, ഗാനിമൽ മുഫ്താഹ് എന്ന് പറയുന്ന ലോകകപ്പ് ഉദ്ഘാടന വേദിയിൽ പ്രത്യക്ഷപ്പെട്ട കുട്ടി അരക്ക് താഴെ അവന് ശരീരഭാഗം തന്നെ കാണാൻ കഴിയില്ല നമുക്ക്. പക്ഷേ അവൻ എന്തെല്ലാമായി ലോകത്ത്, അവൻ എന്തെല്ലാമായി. അതുകൊണ്ട് ദീനിയായി ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചൂണ്ടകളിലൊന്നും കുടുങ്ങാതെ നമുക്ക് പോകാൻ കഴിയും. ഈ പെരുന്നാൾ ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. തഖബ്ബൽ അല്ലാഹു മിന്നാ വ മിൻകും ബാറകല്ലാഹു ഫീക്കും ജമിഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.